ഹായ് ഓൾ, എൻ്റെ കൂടെയുള്ളത് പ്രൊഫസർ മൊയ്തീൻ ആവിലോറയാണ്. എല്ലാ ആളുകളും മൊയ്തീൻ സാർ എന്ന് വിളിക്കുന്ന, ഇപ്പം പല ആളുകളുടെയും എഡ്യൂക്കേഷൻ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണ് മൊയ്തീൻ സാറ്. സാർ വെൽക്കം സാർ. താങ്ക് യു. ഓക്കെ, അപ്പം എനിക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, പൊതുവേ ഇൻകം ടാക്സ്, ഞാനൊരു കൊമേഴ്സ് അധ്യാപകനാണ്. ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്താണെങ്കിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണെങ്കിലും കുട്ടികൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇൻകം ടാക്സ്. പക്ഷേ സാറത് മാജിക്കലി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇൻകം ടാക്സ് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റായിട്ട് സാറ് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സാർ അതിൻ്റെ ആ മാജിക് എന്താണെന്നൊന്ന് സാറിനൊന്ന് വിശദീകരിക്കാമോ? പ്രധാനമായിട്ടും ഞാനൊരു 3 പതിറ്റാണ്ടിലധികം ടീച്ചിങ് രംഗത്തുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വ്യത്യസ്ത തലത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ സ്റ്റാൻഡേർഡ് എനിക്കറിയാം. ഞാൻ ക്ലാസ് എടുക്കുക കുട്ടികളുടെ സ്റ്റാൻഡേർഡ് നോക്കിയിട്ടാണ്. +2-നാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡും, ഡിഗ്രിക്കാണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡും, ഇനി CA CMA പോലുള്ള പ്രൊഫഷണൽ കോഴ്സിനാണെങ്കിൽ അവരവരുടെ ഹൈ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ക്ലാസ് എടുക്കുക. മറ്റൊന്ന്, ഞാൻ ഈ ക്ലാസ് തിയറി പറയാൻ മാത്രമല്ല ചെയ്യുക, ഇത് ഓരോ ആൾക്കാരുടെയും ലൈഫിൽ, എസ്പെഷ്യലി ബിസിനസ്സുകാരുടെയൊക്കെ ലൈഫിൽ ഇതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് എന്തായിരിക്കും, അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും, റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്താലുള്ള സുഖം എന്താണ്, ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന മിസ്റ്റേക്കുകൾ അല്ലെ ഫൈന്, പെനാൽറ്റി എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് കുട്ടികൾ ആ ലെവലിൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും കഴിയും. അതുമാത്രമല്ല, നമുക്കിടെ ഇന്ന് ഇൻകം ടാക്സിൻ്റെ ടെസ്റ്റുകളൊക്കെ അത് വലിയ വലിയ ഓതേഴ്സ് എഴുതിയ ടെസ്റ്റ് ആവട്ടെ, ഇനി അതല്ല നമ്മളെ യൂണിവേഴ്സിറ്റി ലെവൽ എഴുതിയ ടെസ്റ്റ് ആവട്ടെ, അതൊക്കെ ഒരു 400-500 പേജുകളൊക്കെ ഉള്ള ടെസ്റ്റാണ്. ഈ ടെസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള വാക്കുകൾ, പ്രത്യേകിച്ച് മിക്കവാറും ടെസ്റ്റുകളൊക്കെ പേസ്റ്റ് ആൻഡ് കോപ്പി ആയിരിക്കും. ഒരു ടേസ്റ്റിൽ നിന്ന് മറ്റൊന്നും ഇങ്ങോട്ട് കോപ്പി ചെയ്തായിരിക്കും. ലോ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് അതെ. കാരണം എല്ലാ പ്രൊവിഷനും ഒന്നും പ്രത്യേകിച്ച് എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മളത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മുടെ വ്യത്യസ്ത രീതിയിലുള്ള ടെസ്റ്റുകൾ റീഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കൺസൈസ് ചെയ്തിട്ട് ബ്രീഫാക്കി കുട്ടികളുടെ ലാംഗ്വേജിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതേസമയത്ത് ലീഗലായിരിക്കുന്ന ഒരു ടേംസ് നമ്മൾ ഒഴിവാക്കുന്നില്ല. അതേപോലെ ഡെഫിനിഷൻസ് ഒന്നും നമ്മുടേത് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ഒരു നിയമമാണല്ലോ, അതിൻ്റെ ഡെഫിനിഷൻസ് തന്നെ കൊടുക്കും. പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ക്ലാസ്സിലാവട്ടെ സ്റ്റഡി മെറ്റീരിയലാവട്ടെ നമ്മൾ കുട്ടിയെ കൊടുക്കുന്ന അവരുടെ ലാംഗ്വേജിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ ക്ലാസ്സുകളിൽ കുട്ടികളുടെ ഇഷ്ടം. ഓക്കെ. ഞാൻ സാറിൻ്റെ ഒരു മെറ്റീരിയലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കേൾക്കുക മാത്രമല്ല ഞാനത് ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. അപ്പം പല കുട്ടികളും, കാരണം ആ മെറ്റീരിയൽ നമ്മളെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയലിലൂടെ ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മാർക്കിൽ ഇൻകം ടാക്സ് കവർ ചെയ്ത് പോകാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനൊന്ന് അറ്റ് എ ഗ്ലാൻസ് ആ മെറ്റീരിയൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇപ്പം സാറ് ക്ലാസ്സിൽ പറയുന്ന സമയത്ത് കുട്ടികൾ കേൾക്കുന്ന കാര്യങ്ങളെ അവരുടെ ഭാഷയിൽ എഴുതിയതുപോലെയാണ് എനിക്ക് ആ മെറ്റീരിയൽ. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഞാനെപ്പോഴും മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ലെവൽ ഓഫ് തിങ്കിങ്, അതേപോലെ തന്നെ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് ലെവൽ, ഇതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഞാനൊരു കുട്ടിയായി മാറിയിട്ടാണ് ഞാൻ മെറ്റീരിയൽ തയ്യാറാക്കുന്നത്. അല്ലാതെ ഒരു ടീച്ചർ എന്നുള്ള നിലക്കല്ല ഞാൻ മെറ്റീരിയൽ തയ്യാറാക്കുന്നത്, ഞാനൊരു അവരിൽപ്പെട്ട ഒരു കുട്ടിയെ എന്നുള്ള നിലക്കാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്, വൺ ഓഫ് ദി സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരേ സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ടെക്നിക്ക്, അല്ലാതെ വേറെ മാജിക് ഒന്നുമില്ല. അപ്പോൾ സാറേ, ഇപ്പം നമുക്കറിയാം, ഇപ്പം എക്സാം ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അവർ റിലാക്സ് ചെയ്ത് പോവാണ്. അവർ പണ്ടത്തെ കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ടൈറ്റ് ഷെഡ്യൂളാണ്, സെമസ്റ്ററാണ്, അതിനിടയ്ക്ക് ഇപ്പം ഇലക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ടൈറ്റ് ഷെഡ്യൂളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അവർക്കിപ്പം എക്സാം ഡിക്ലെയർ ചെയ്തു, ഇത്രയും പേപ്പേഴ്സ് കവർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സിന് അവർക്ക് ഇപ്പം പ്രൊവിഷൻസ് വെക്കാൻ വളരെ കുറഞ്ഞ ദിവസമുള്ളൂ. സോ അതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മളിപ്പം മൊയ്തീൻ സാർ ഒരു ക്രാഷ് കാലിക്കറ്റിൽ വെച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സാർ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി കഴിയും? ഇന്നത്തെ കുട്ടികൾ പൊതുവെ കുറഞ്ഞ ടൈമിനുള്ളിൽ കൂടുതൽ കണ്ടന്റ് പഠിക്കുക എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഈവൻ നമുക്കറിയാലോ, സോഷ്യൽ മീഡിയയിലൊക്കെ വെരി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന വീഡിയോ അതല്ലെങ്കിൽ റീൽസൊക്കെ നമുക്ക് വളരെ ലെങ്തി ആണെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു 6 മാസം കൊണ്ട് പഠിക്കേണ്ടതായിരിക്കുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ ബ്രീഫായിട്ട്, അത് വെരി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന രീതിയിൽ, അതൊരു ബേർഡൻ അല്ല, അത് ശരിക്കും ഒരു ഫെസ്റ്റിവൽ ആണെന്ന് ഞാൻ പറയുന്നത്. പലപ്പോഴും ഒരു ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യും പോലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കുട്ടികളെ നല്ല സ്കോറിൽ എത്തിക്കാനുള്ള ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ കോഴിക്കോട് ആര്യടുത്ത് പാലത്തിനടുത്തുള്ളതായിരിക്കുന്ന ഫിൻസ്കോം ലേണിംഗ് എന്ന് പറയുന്ന ക്യാമ്പസിൽ വെച്ചിട്ട് അടുത്ത 18, 19, 20 തീയതികളിൽ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികളെയും നമ്മൾ അതിലേക്ക് ഹൃദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. വലിയ പ്രൈസൊന്നും ചാർജ് ചെയ്യാതെ നോമിനൽ പ്രൈസിനാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് നമ്മൾ ക്ലാസ്സിനോട് കൂടെ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട്
ചെയ്യാം. ഓക്കെ സാർ. അപ്പോൾ സാറേ ഇപ്പോൾ ഇൻകം ടാക്സ് പറഞ്ഞാൽ കമ്പൈൻഡ് ആണ്, തിയറിയും അതേസമയം ഇതിനകത്ത് പ്രോബ്ലങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തിയറി മാത്രം പഠിച്ച് പോയി പാസ്സാകാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, ചില കുട്ടികൾ പ്രോബ്ലം മാത്രം പഠിക്കാമെന്ന് കരുതുന്ന ആളുകളുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സെഷനിൽ ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളെടുത്ത് സാറിന് എങ്ങനെയാണ് അവരെ കോൺഫിഡൻ്റ് ആക്കാൻ വേണ്ടി കഴിയുക? ബികോം പോലുള്ള ഒരു കോഴ്സ് എടുക്കുന്ന ഒരു കുട്ടി ഒരു ഡിഗ്രി ലഭിക്കുക എന്നത് മാത്രമല്ല ലക്ഷ്യമാക്കുന്നത്. ബികോം കഴിഞ്ഞ് ആ കുട്ടി ഉടനെ തന്നെ ജോബ് മാർക്കറ്റിലേക്ക് പോവുകയാണ്. ആ കുട്ടിക്ക് ഒരു നല്ലൊരു എംപ്ലോയ്മെൻറ്റ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും പ്രാക്ടിക്കൽ സൈഡ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് വെറും തിയറി മാത്രം പഠിച്ചു പോയ കുട്ടി ഡിഗ്രി പാസ്സാവും, പക്ഷേ ഡിഗ്രി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ലൊരു ജോലിയിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തിയറിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് എങ്ങനെ ITR ഫയൽ ചെയ്യണം, അതേപോലെ തന്നെ ITR ഫയൽ ചെയ്തില്ലേ പെനാൽറ്റി എങ്ങനെയാണ് വരിക, അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്, പിന്നെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കീപ്പ് ചെയ്യേണ്ടത് തുടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ 3 ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ കൊടുക്കുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞാലും നമ്മളെ സ്റ്റഡി മെറ്റീരിയലും നമ്മളെ ക്ലാസ്സും കുട്ടികൾ ഓർത്തുകൊണ്ടിരിക്കും. ഓരോ ജോലി കയറി കഴിഞ്ഞാലും കുട്ടികൾ അത് അന്ന് ആ 3 ദിവസത്തെ ക്ലാസ് ഒരു പക്ഷേ ജീവിതത്തിൽ അവർക്ക് കിട്ടിയതായിരിക്കുന്ന മറ്റ് ക്ലാസ്സുകളെക്കാളും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ്സായിട്ട് നമ്മുടെ 3 ദിവസത്തെ ക്ലാസ്സുകൾ മാറും. ഓക്കെ സാർ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ സാറെ പോലെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റിയുടെ കയ്യിൽ നിന്ന് വളരെ ഷോർട്ട് ടൈമിൽ, അതായത് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയം കുറയ്ക്കുന്നു, പക്ഷെങ്കിൽ ഇരിക്കുന്ന സമയം ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫിൽറ്ററിങ് നടത്തിയിട്ടായിരിക്കും സാർ നിങ്ങളെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. സോ മാക്സിമം വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. എനിവേ താങ്ക് യു ആൾ.